ഓറിയോൺ നെബുല. ഹായ്, വൈദ്യരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വേട്ടക്കാരൻ അഥവാ ഓറിയോൺ നക്ഷത്രഗണത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഓറിയോണിന്റെ ബെൽറ്റിനെ കുറിച്ച് ഒരു റീൽ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഓറിയോൺ നെബുലയെ കുറിച്ച് കുറച്ച് അത്ഭുതപ്പെടുത്തുന്ന ഡീറ്റെയിലുകൾ നോക്കാം. ഓറിയോൺ നക്ഷത്രഗണത്തിന്റെ ബെൽറ്റ് ആയിട്ട് സങ്കല്പിക്കുന്ന ഈ 3 സ്റ്റാർസിന്റെ താഴെയായിട്ട് വലതുവശത്തായിട്ട് അല്പം ചെറിയ 3 സ്റ്റാർ കാണും, വളരെ അടുത്തായിട്ട്. ഈ സ്റ്റാറിന്റെ സെൻട്രലിലെ സ്റ്റാർ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്റ്റാർ അല്ല, പല സ്റ്റാർ ആയിട്ട് തോന്നും. ഇതാണ് ട്രപ്പീസിയം സ്റ്റാർ എന്ന് പറയുന്ന 4 സ്റ്റാർസ്. എന്നാൽ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമായിട്ട് ഒരു പ്രകാശം കാണും, ഒരു ക്ലൗഡ് പോലെ. ഇതാണ് ഓറിയോൺ നെബുല. നെബുല എന്ന് പറയുന്നത് പല ആളുകളും പണ്ട് ഒരു ഗാലക്സി ആയിട്ട് സങ്കല്പിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ഗാലക്സിയെ നമുക്ക് ഫുള്ളായിട്ട് കാണുവാൻ സാധിക്കില്ല, പക്ഷെ പുറത്തുള്ള ആൻഡ്രോമീഡ ഗാലക്സി നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മുടെ ഗാലക്സിക്ക് പുറത്താണ്. എന്നാൽ ഈ നെബുലയുള്ളത് ഗാലക്സി പോലെ തന്നെ തോന്നും, പക്ഷെ നമ്മുടെ ഗാലക്സിക്ക് ഉള്ളിൽ തന്നെയുള്ള ഒരു നക്ഷത്ര കൂട്ടവും അല്ലെന്നുണ്ടെങ്കിൽ നക്ഷത്രം ഉണ്ടാവാനുള്ള ഗ്യാസോ ചേർന്ന് ഒന്നിച്ചുള്ള ഒരു ക്ലൗഡാണ്. നമുക്ക് വളരെ കുറച്ച് നെബുലകളെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു നെബുലയാണ് ഓറിയോൺ നെബുല. നല്ല തെളിഞ്ഞ ആകാശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഗ്നനേത്രം കൊണ്ട് തന്നെ ഈ നെബുലയെ തിരിച്ചറിയാം. ഇത് ഏകദേശം 1000 മുതൽ 3000 സ്റ്റാർസ് വരെയുണ്ട്. കൂടാതെ അതിൽ കൂടുതൽ നക്ഷത്രം ഇനിയും ഉണ്ടാവാനായിട്ടുള്ള ഗ്യാസുകളും പൊടിപടലങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഈ ഗ്യാസുകളും പൊടിപടലങ്ങളും സ്വന്തം ഗ്രാവിറ്റിയിൽ കൂടി ചേർന്ന് ആവശ്യത്തിന് മാസാവുന്ന സമയത്ത് അതൊരു നക്ഷത്രമായിട്ട് മാറും. പൊടുന്നതിന് പൊട്ടിത്തെറിക്കുന്ന പോലെ ലൈറ്റ് എല്ലാം അതിൽ നിന്ന് വരും. ഇതുപോലെ ഈ ഗ്യാസ് എല്ലാം അവിടെ ഇവിടെയായിട്ട് ചേർന്ന് പല പല നക്ഷത്രങ്ങൾ ഉണ്ടാവും. ഏകദേശം 10 ലക്ഷം വർഷത്തിനുള്ളിലാണ് ഈ നക്ഷത്രങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. വളരെ യങ് സ്റ്റാർസ് ആണ്. നമ്മുടെ സൂര്യന്റെ ആയുസ് ആണെന്നുണ്ടെങ്കിൽ, ഇതുവരെയുള്ള ആയുസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 450 കോടി വർഷമാണ്. എന്നാൽ ഈ നെബുലയുടെ ആയുസ് ആണെന്നുണ്ടെങ്കിൽ വെറും 10 ലക്ഷം വർഷത്തിൽ താഴെയാണ്. ഓരോ 2-3 വർഷത്തിനുള്ളിലും ഓരോ സ്റ്റാർ പുതിയതായിട്ടുണ്ടാവും. നമുക്ക് ലൈവായിട്ട് കാണാം. ലൈവായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള ദൂരം ഭൂമിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1300 മുതൽ 1500 ലൈറ്റ് ഇയർ ദൂരെയാണ്. അപ്പോൾ അത്രയും പഴയ സ്റ്റാർസ് ആണ് നമ്മൾ കാണുന്നത്. എപ്പോഴും ഇവിടെ നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങളുടെ ഒരു നേഴ്സറി ആയിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ഓരോ നക്ഷത്രങ്ങളും ചിലത് വലുതും ചെറുതുമാണ്. അധികവും ഉള്ളത് ബ്രൗൺ ഡ്വാർഫുകളാണ്, ചെറിയ നക്ഷത്രങ്ങൾ. ഇനി നമ്മൾ ഓറിയൻ നെബുലയിലേക്ക് ഒന്ന് സൂം ചെയ്ത് പോവുകയാണെങ്കിലും ഇതുപോലെ ഇരിക്കും. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി വൈദ്യരാജ്.